ശ്രീ കെ ടി ജലീൽ, നാളെ എപ്പോഴാണ് സൗദിക്ക് പോകുന്നത്? ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചത് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ കേന്ദ്ര എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ. ഇതുവരെയും പൊസിഷൻ എന്താണ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോസസ്സിംഗ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ ഡിനൈഡ് എന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിനുള്ള അപേക്ഷ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി നിരസിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഡോക്ടർ കെ ടി ജലീലിന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടില്ല, മന്ത്രിസഭ കിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ആ അപേക്ഷ നിരസിച്ചിരിക്കുകയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. രാവിലെ മുതൽ തന്നെ നമ്മളുടെ കേരള ഹൗസിലെ റെസിഡൻസ് കമ്മീഷണറുടെ റെപ്രസെന്റേറ്റീവ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സുഷമ സ്വരാജിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു, അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട തലവനുമായിട്ട് സംസാരിച്ചു. അപ്പോഴൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല പ്രതികരണമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാളത്തെ യാത്ര അനിശ്ചിതത്വത്തിലാണ്. അതായത് മന്ത്രിക്ക് സൗദിയിലേക്ക് പോകാനാവില്ല. തീർച്ചയായും കാരണം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത നിലക്ക് നമുക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. കാരണം മലയാളികളായിട്ടുള്ള കുറച്ചാളുകൾ പറഞ്ഞോളൂ. മലയാളികളായിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേരള സർക്കാർ ഒരംഗം എന്നുള്ള നിലയിൽ മന്ത്രിസഭയിലെ ഒരംഗത്തെ തന്നെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ തന്നെ സർക്കാർ ഉത്തരവിറങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ ഒരു 12 മണിക്കൂറിനുള്ളിൽ അത് നൽകേണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ അപേക്ഷ ഇപ്പോൾ നിരസിച്ചിരിക്കുന്നു എന്നുള്ള ഇന്റിമേഷനാണ് കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും ശ്രീ ജലീൽ? പലപ്പോഴും ഇതിൽ ചില രാഷ്ട്രീയവുമുണ്ട്. മുമ്പും വിദേശത്ത് കുടുങ്ങിക്കിടന്ന നേഴ്സുമാരെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ ചെയ്തത് എന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ നിസാരവൽക്കരിച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ മന്ത്രി, കേരളത്തിലെ LDF സർക്കാരിന്റെ പ്രതിനിധി അവിടെ പോയി പ്രവാസികളെ തിരിച്ചു കൊണ്ടുവന്ന ക്രെഡിറ്റ് എടുക്കേണ്ട എന്നൊരു ഗൂഢോദ്ദേശം അതിലുണ്ടോ? എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു നിഷേധത്തിന്റെ ആവശ്യം ഇല്ലല്ലോ. നമ്മൾ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ കൂടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാരിന് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് അതിലെ തന്നെ മന്ത്രിസഭയിലെ ഒരു അംഗത്തെ തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാരല്ലേ? അവരുടെ ക്ഷേമം ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയല്ലേ? ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ലക്ഷ്യമായിരുന്നു. നമ്മളത് സൂചിപ്പിച്ചിരുന്നു വ്യക്തമായിട്ട്. ലേബർ ക്യാമ്പുകളിൽ പോകണം, ലേബർ ക്യാമ്പുകൾ സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയത്തോട്. എന്റെ ഒരു സംശയം, ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഔദ്യോഗികമായി നമുക്ക് പോകാനാവൂ. പക്ഷെ കെ ടി ജലീലിന് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ട് കൊണ്ട് വിസ എടുത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിന് ഔദ്യോഗികമായ ഒരു കർത്തവ്യ നിർവഹണത്തിന് അത് തടസ്സമുണ്ടാക്കുമെന്നത് കൊണ്ടാണോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. സാധാരണ പാസ്പോർട്ട് എടുത്ത് പോകണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. മാത്രമല്ല അതിനൊരു ഒഫീഷ്യൽ ഒരു ഔദ്യോഗികത ലഭിക്കുകയുമില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഡെലിഗേഷൻ പോകുമ്പോൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നത്. നമ്മളുടെ നിലവിലുള്ള പാസ്പോർട്ട് സറണ്ടർ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അവർ ഇഷ്യൂ ചെയ്യുകയുള്ളൂ.
ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായാൽ നമുക്ക് ഓൺ അറൈവൽ വിസ എന്നുള്ള സൗകര്യം പ്രയോജനപ്പെടുത്താനും സാധിക്കും. പെട്ടെന്ന് പോകണമെങ്കിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് ഏറ്റവും യോജ്യമായിട്ടുള്ള വഴി. പക്ഷേ എന്താണ് അപേക്ഷ നിരസിച്ചതിന്റെ കാരണമായി കേന്ദ്ര സർക്കാർ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്? ഒന്നും പറയുന്നില്ല. ഒൺലി ഡിനൈഡ് എന്ന് മാത്രമാണ് പറയുന്നത്. ഇനി കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതാ നിങ്ങളുടെ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന്റെ 2 മിനിറ്റ് മുമ്പാണ് ആ മെസ്സേജ് എനിക്ക് കിട്ടിയത്. രാഷ്ട്രീയമായിരുന്നു പറഞ്ഞിരുന്നത്, പൊസിഷൻ പറഞ്ഞിരുന്നത് പ്രോസസിംഗ് എന്നായിരുന്നു. ഇപ്പോഴാണ് ഒരു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ട് എന്താണ് എന്നുള്ളത് തരാത്തതിന് പിന്നെ അറിയില്ല. ഞങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കട്ടെ. കേരളത്തിന്റെ മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി സൗദി അറേബ്യ പറഞ്ഞല്ലോ. ശ്രീ ജലീൽ, എന്താണ് കാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അത് അറിയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കേരള ഹൗസിന്റെ റെസിഡൻസ് കമ്മീഷണറുടെ റെപ്രസെന്റേറ്റീവ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ 2 തവണ വിദേശകാര്യമന്ത്രിയുടെ PS-നെ വിളിച്ചു. അതുപോലെ തന്നെ അവരുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനിയെ കോണ്ടാക്ട് ചെയ്തു, മിസ്റ്റർ സതീഷ് ചന്ദ്ര ഗുപ്ത. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞത്, ഞാനിപ്പോ അത് ചേർത്ത് വായിക്കുകയാണ്. ഈ ഡിനൈഡ് എന്നുള്ള വാക്ക് വന്നതോട് കൂടിയിട്ട് ഞാൻ അതും കൂടി അത് ചേർത്ത് വായിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, സിംഗ് അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. അത് അങ്ങനെയാണ് ഡെലിഗേഷൻ. അല്ലാതെ ഇന്ത്യ ഗവൺമെന്റിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഡെലിഗേഷൻ പോകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തീരുമാനിച്ചത് എന്നാണ്. വല്ലാതെ അമ്പരപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ശ്രീ സമ്പത്ത്, എന്തായിരിക്കും അതിന്റെ കാരണം? അല്ല, ഇതിപ്പോൾ ഡോക്ടർ KT ജലീൽ പറയുമ്പോഴാണ് ഞാൻ ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു താങ്കൾ ഉൾപ്പെടെ ഏഷ്യാനെറ്റ് ന്യൂസ് വാസ്തവത്തിൽ ശ്രീ സമ്പത്ത് തുടങ്ങിയത് തന്നെ നമ്മുടെ മന്ത്രിയും പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് എനിക്ക് തോന്നുന്നത് നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളൊരു കുറച്ച് മുമ്പിലേക്ക്, കുറച്ച് പുറകിലേക്ക് നമ്മുടെ ഒരു ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകൂ. ഈ കുവൈറ്റും ഇറാഖും തമ്മിലുള്ള തർക്കം, അത് കുവൈറ്റിന്റെ മേലുള്ള ഇറാഖി അധിനിവേശമായി വ്യാഖ്യാനിക്കപ്പെടുന്ന യുദ്ധവും മറ്റു കാര്യങ്ങളും അമേരിക്കൻ ഇടപെടലെല്ലാം ഉണ്ടാവുന്നുണ്ടല്ലോ. നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ച ഒരു കാലമുണ്ട്. അന്ന് കേന്ദ്രത്തിലെ ഗവൺമെന്റ് വിശ്വനാഥ് പ്രതാപ് സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ VP സിംഗിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റ് കേരളത്തിൽ VK നായനാരാണെന്ന് മുഖ്യമന്ത്രി. അന്ന് ഉപരിതല ഗതാഗത മന്ത്രി, സിവിൽ ഏവിയേഷന്റെ കൂടി ചുമതല ഉണ്ടായിരുന്നത് ശ്രീ KP ഉണ്ണികൃഷ്ണനാണ്. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ IK ഗുജറാളാണ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ. അപ്പോൾ വാസ്തവത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എയർ ലിഫ്റ്റിംഗ് ആണ് അന്ന് ഇന്ത്യ നടത്തിയത്. ഗൗരവത്തോടെ കാണുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ ഈ തത്സമയ ചർച്ചയിൽ നിന്ന് ശ്രീ KT ജലീലിന് മാറി നിൽക്കേണ്ടി വന്നത് മുഖ്യമന്ത്രി അടിയന്തരമായി അദ്ദേഹത്തെ വിളിച്ചിരിക്കാൻ സംസാരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച്